ബൂസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ 5ൻ്റെ 2 പാക്കറ്റ് ബൂസ്റ്റാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 2 പാക്കറ്റും ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 പാക്കറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കണം, അല്ലാതെ തണുത്ത മുട്ട പൊട്ടിച്ചൊഴിക്കരുത്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാലൊഴിച്ച് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ഒരു ബൂസ്റ്റ് പൊട്ടിച്ചിട്ടിട്ട് അത് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 1 പാക്കറ്റ് കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 പാക്കറ്റ് ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ വാനില എസൻസും കൂടെ ചേർക്കാം, 1 സ്പൂണ്. ഞാൻ ചേർക്കുന്നില്ല, ബൂസ്റ്റിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും കൂടെ ചേർക്കാവുന്നതാണ്. അത് 1 സ്പൂൺ മതി. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി അരിച്ചു കൊടുക്കാം. ഇത് അരിച്ചെടുക്കുമ്പോഴാണ് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടുന്നത്. നമുക്ക് അത് സാവധാനം അരിച്ചെടുക്കാം. 1 സ്പൂൺ സോഡാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഇത് മിക്സ് ചെയ്യണം. മൈദാപ്പൊടിയും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മിക്സിങ് കറക്റ്റായിട്ടുണ്ട്. ഈ ഒരളവിൽ വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ബേക്ക് ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തേക്കുന്നത്. അതിൽ നമുക്ക് അല്പം എണ്ണ തടവി എടുക്കാം. എൻ്റെ കയ്യിൽ പേപ്പറിൽ വെക്കാനായിട്ട് ഞാൻ അല്പം മൈദാപ്പൊടി വിതറിയാണ് ഇത് ബാറ്ററിന് ഒഴിച്ച് വയ്ക്കുന്നത്. മൈദാപ്പൊടി നമ്മളിതിലേക്ക് വിതറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് തട്ടി വയ്ക്കാം. ഇതിനകത്ത് എയറൊക്കെ ഒന്ന് കുമ്പളകളോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കറക്റ്റാകാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് മുമ്പ് ഞാൻ ഈ പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു റിങ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അതിലേക്ക് ഇറക്കി വയ്ക്കാം. നമുക്കിത് അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം. ഒരു 30 മിനിറ്റ് നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യണം. നമ്മുടെ കേക്ക് ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തോന്നൊന്ന് കുത്തി നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട്, ബൂസ്റ്റ് കേക്ക്. നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ബൂസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.